നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. പ്രധാന വാർത്തകൾ. പൊതുഭരണ രംഗത്ത് വൻ അഴിച്ചുപണി. പുതിയ നിയമനങ്ങൾ നടത്തി സർക്കാർ ഉത്തരവായി. സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മലിനപ്പെടുത്താനാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നതെന്ന് PM സുധീരൻ. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടഭാഗം തകർച്ച. വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. ഛത്തീസ്ഗഡിൽ തടവിൽ കഴിയുന്ന മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യമില്ല. വാർത്തകൾ വിശദമായി. പൊതുഭരണ രംഗത്ത് വൻ അഴിച്ചുപണി. പുതിയ നിയമനങ്ങൾ നടത്തി സർക്കാർ ഉത്തരവായി. പൊതുഭരണ രംഗത്ത് വൻ അഴിച്ചുപണി നടത്തി സർക്കാർ ഉത്തരവായി. ഡോക്ടർ K വാസുകിയെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ സെക്രട്ടറിയാക്കി. S ഷാനവാസിനെ തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയാക്കി. ആരോഗ്യ കുടുംബക്ഷേമ അഡീഷണൽ സെക്രട്ടറിയായി ഷീബ ജോർജിനെ നിയമിച്ചു. പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിയായി ഡോക്ടർ S ചിത്രയെ നിയമിച്ചു. റവന്യൂ അഡീഷണൽ സെക്രട്ടറിയായി A ഗീതയെ നിയമിച്ചു. തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ ഡയറക്ടറായി ജെറോമിക് ജോർജിനെ നിയമിച്ചു. എറണാകുളം കളക്ടർ NSK ഉമേഷിനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി നിയമിച്ചു. ഇടുക്കി കളക്ടർ V വിഘ്നേശ്വരിയെ കൃഷി വകുപ്പ് സെക്രട്ടറിയായി നിയമിച്ചു. കോട്ടയം കളക്ടർ ജോൺ V സാമുവലിനെ ജലഗതാഗത സെക്രട്ടറിയായി നിയമിച്ചു. പാലക്കാട് കളക്ടർ G പ്രിയങ്കയെ എറണാകുളം കളക്ടറായി മാറ്റി നിയമിച്ചു. പകരം ആരോഗ്യ കുടുംബക്ഷേമ ഡെപ്യൂട്ടി സെക്രട്ടറി MS മാധവിക്കുട്ടിയെ പാലക്കാട് കളക്ടറായി നിയമിച്ചു. ചേതൻകുമാർ മീണയെ കോട്ടയം കളക്ടറായി നിയമിച്ചു. പഞ്ചായത്ത് ഡയറക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിനെ ഇടുക്കി കളക്ടറായി നിയമിച്ചു. പുതിയ സബ് കളക്ടർമാരായി അഞ്ജിത് സിംഗിനെ ഒറ്റപ്പാലത്തും അതുൽ സാഗറിനെ മാനന്തവാടിയിലും ആയുഷ് ഗോയലിനെ കോട്ടയത്തും VM ആര്യയെ ദേവികുളത്തും S ഗൗതം രാജിനെ കോഴിക്കോട്ടും ഗാന്ധി സായി കൃഷ്ണയെ ഫോർട്ട് കൊച്ചിയിലും സാക്ഷി മോഹനെ പെരിന്തൽമണ്ണയിലും നിയമിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മലിനപ്പെടുത്താനാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നതെന്ന് VM സുധീരൻ. വർഗീയ വിഷം വമിപ്പിച്ച് സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മലിനപ്പെടുത്താനാണ് വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോപിച്ചു. വെള്ളാപ്പള്ളിയുടെ ശ്രമം കേരളത്തെ വീണ്ടും ഒരു ഭ്രാന്താലയമാക്കാനാണെന്നും ശ്രീനാരായണ ഗുരു അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി ചെയ്യുന്നതെന്നും സുധീരൻ അഭിപ്രായപ്പെട്ടു. ഇദ്ദേഹം നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായി തുടരുന്നത് കേരളത്തിന് അപമാനകരമാണെന്നും നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്നും PM സുധീരൻ ഫേസ്ബുക്കിൽ ആവശ്യപ്പെട്ടു. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടഭാഗം തകർച്ച. വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടഭാഗം തകർന്നു വീണ സംഭവത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും രക്ഷാപ്രവർത്തനം വൈകിയിട്ടില്ലെന്നും ജില്ലാ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടായിരുന്നില്ലെന്നും ഇടിഞ്ഞു വീണത് പിന്നീട് പണിത ബാത്റൂമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 20 പേജ് റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ ആരോഗ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. ഈ മാസം 3-നായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് അപകടമുണ്ടായത്. മകൾക്ക് കൂട്ടിരിപ്പുകാരിയായിരുന്ന തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടെ കുടുങ്ങി മരിക്കുകയായിരുന്നു. ഛത്തീസ്ഗഡിൽ തടവിൽ കഴിയുന്ന മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യമില്ല. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിക്കപ്പെട്ട് അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി നിരസിച്ചു. മനുഷ്യക്കടത്ത് കുറ്റം ചുമത്തിയിട്ടുള്ളതിനാൽ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ തങ്ങൾക്ക് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദുർഗിലെ സെഷൻസ് കോടതി അപേക്ഷ നിരസിച്ചത്. ബിലാസ്പൂരിലെ NIA കോടതിയാണ് ഇത് പരിഗണിക്കേണ്ടതെന്ന് സെഷൻസ് കോടതി അഭിപ്രായപ്പെട്ടു. ജാമ്യാപേക്ഷ പരിഗണിച്ച സെഷൻസ് കോടതി പരിസരത്ത് തടിച്ചുകൂടിയിരുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകർ കോടതി വിധിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. മലയാളി കന്യാസ്ത്രീകളായ സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയിലാണ് 5 ദിവസം മുമ്പ് അറസ്റ്റ് ചെയ്ത് ദുർഗ് സെൻട്രൽ ജയിലിൽ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. വയനാട് പുനരധിവാസം. ഇതേവരെ 91,73,80,547 രൂപ ചിലവഴിച്ചതായി മുഖ്യമന്ത്രി. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾക്ക് 91,73,80,547 രൂപ ചിലവഴിച്ചതായി മുഖ്യമന്ത്രി. ജൂൺ 25 വരെയുള്ള കണക്കനുസരിച്ച് CMDRF-ലേക്ക് ലഭിച്ചത് 776,76,79,158 രൂപയാണ്. പുനരധിവാസ പട്ടികയിലെ ആകെയുള്ള 402 ഗുണഭോക്താക്കളിൽ വീടിന് പകരം പണം മതി എന്നറിയിച്ച 104 കുടുംബങ്ങൾക്ക് 15 ലക്ഷം എന്ന ക്രമത്തിൽ 16,05,00,000 രൂപ വിതരണം ചെയ്തതായും മുഖ്യമന്ത്രി അറിയിച്ചു. ആകെ നിർമ്മിക്കുന്ന 110 ഗാർഹിക പുനരധിവാസ യൂണിറ്റുകളിൽ ആദ്യഘട്ടത്തിലെ 40 യൂണിറ്റുകളുടെ പ്രാഥമിക ചിലവിലേക്ക് കരാർ കമ്പനിക്ക് 40,03,778,000 രൂപ അനുവദിക്കാൻ ഉത്തരവായതായും മുഖ്യമന്ത്രി അറിയിച്ചു. റഷ്യയിൽ ഭൂചലനം.
പിന്നാലെ റഷ്യയിലും ജപ്പാനിലും സുനാമി എന്ന് റിപ്പോർട്ടുകൾ. റഷ്യയിൽ ഭൂചലനത്തിന് പിന്നാലെ ജപ്പാനിലും റഷ്യയിലും സുനാമി ആഞ്ഞടിച്ചതായി വിവരം. ജപ്പാനിലെ ഹൊക്കൈഡോ, റഷ്യയിലെ കുറിൽ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ സുനാമി വൻ നാശം വിതച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹൊക്കൈഡോയുടെ കിഴക്കൻ തീരത്തെ നെമുറോയിലും റഷ്യയുടെ കുറിൽ ദ്വീപുകളിലെ പ്രധാന വാസസ്ഥലമായ സെവറോ കുരിസ്കിന്റെ തീരപ്രദേശം എന്നിവിടങ്ങളിലുമാണ് സുനാമി ആഞ്ഞടിച്ചതെന്നാണ് ലഭ്യമായ വിവരം. ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നുണ്ട്. റിക്ടർ സ്കെയിലിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമായിരുന്നു റഷ്യയിൽ അനുഭവപ്പെട്ടിരുന്നത്. ജപ്പാനിൽ നിന്ന് സുമാർ 200 കിലോമീറ്റർ അകലെയുള്ള പ്രദേശത്താണ് റഷ്യയിൽ ഭൂചലനമുണ്ടായിരുന്നത്. അമേരിക്കയിലെ ഹവായിയിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൂരൽമല മുണ്ടക്കൈ മാതൃകാ വീടിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. മുണ്ടക്കൈ ചൂരൽമല മാതൃകാ വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ച് 106-ാം ദിവസമാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ഇനി പെയിന്റിംഗ് മാത്രമാണ് അവശേഷിക്കുന്നത്. ഇത്തരത്തിലുള്ള 420 വീടുകൾ നിർമ്മിക്കാനുള്ള സ്ഥലം ടൗൺഷിപ്പിൽ കണ്ടിട്ടുണ്ട്. 7 സെന്റിൽ 1000 ചതുരശ്ര അടിയിൽ 2 കിടപ്പുമുറിയും 2 ശുചിമുറിയും, സിറ്റ് ഔട്ട്, ഡൈനിങ്, ലിവിംഗ് മുറികൾ, പഠനമുറി, അടുക്കള, വർക്ക് ഏരിയ എന്നിവ ഉൾപ്പെടുന്നതാണ് ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന വീടുകൾ. 12 മീറ്റർ വീതിയിൽ പ്രധാന റോഡും ക്ലസ്റ്ററുകളിലേക്ക് പ്രത്യേക റോഡുകളും ഉണ്ടാവും. നഗ്നത പ്രദർശിപ്പിച്ച 2 പേർ കൊല്ലത്ത് പിടിയിൽ. നഗ്നത പ്രദർശനം നടത്തിയ 2 പേർ കൊല്ലം ജില്ലയിൽ പിടിയിലായി. KSRTC ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നത പ്രദർശിപ്പിച്ച മൈലക്കാട് സ്വദേശിയായ 43-കാരൻ സുനിൽകുമാറിനെ ഇത്തിക്കര പാലത്തിന് സമീപത്ത് നിന്നാണ് പിടികൂടിയത്. ഇയാളെ കണ്ടെത്താൻ ഇന്നലെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. തിങ്കളാഴ്ച രാത്രി കൊട്ടിയത്ത് നിന്ന് കൊല്ലത്തേക്കുള്ള യാത്രക്കിടെയായിരുന്നു സംഭവം. പരാതിക്കാരി മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തിരുന്നത്. പുനലൂരിൽ വിദ്യാർത്ഥികൾക്ക് നേരെയായിരുന്നു നഗ്നതാ പ്രദർശനം. ഓട്ടോറിക്ഷ ഡ്രൈവറായ ഇളമ്പൽ സ്വദേശി ശിവപ്രസാദാണ് സ്കൂൾ കോമ്പൗണ്ടിൽ കടന്ന് വസ്ത്രം ഊരിമാറ്റി നഗ്നത പ്രദർശിപ്പിച്ചത്. ഇയാൾ മറ്റു ചില ക്രിമിനൽ കേസുകളിലും ഉൾപ്പെട്ടയാളാണെന്ന് പോലീസ് അറിയിച്ചു. രജിസ്റ്റേർഡ് തപാൽ ഓർമ്മയാവുന്നു. രജിസ്റ്റേർഡ് പോസ്റ്റ് ഓർമ്മകളിലേക്ക്. പുതിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ 1 മുതൽ രജിസ്റ്റേർഡ് തപാൽ സംവിധാനം ഉണ്ടാവില്ലെന്ന് തപാൽ വകുപ്പ് അറിയിച്ചു. രജിസ്റ്റേർഡ് പോസ്റ്റ് സ്പീഡ് പോസ്റ്റുമായി ലയിപ്പിക്കുകയാണെന്നാണ് പ്രഖ്യാപനം. അതായത് ഇനി സാധാരണ തപാലും ഓർഡിനറി പോസ്റ്റ്, അതിവേഗ തപാലും സ്പീഡ് പോസ്റ്റ് എന്നിവ മാത്രമാണ് ഉണ്ടാവുക എന്നർത്ഥം. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. ശബരിമല പമ്പ പാതയിൽ തീർത്ഥാടകരുടെ വാഹനത്തിന് തീപിടിച്ചു. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം തീപിടിച്ചു. ആളപായമില്ല. പാലക്കാട് സ്വദേശികളായ 6 പേരാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത്. പമ്പ പാതയിൽ അട്ടത്തോടിനും ചാലക്കയത്തിനുമിടയിൽ പ്ലാന്തോട് ഭാഗത്തായാണ് അപകടം നടന്നത്. അഗ്നിശമന സേനയെത്തി തീകെടുത്തി. 10ാം ക്ലാസ്സുകാരിയെ പ്രസവിച്ച സംഭവത്തിൽ ഉത്തരവാദിയായ പിതാവ് അറസ്റ്റിൽ. 10ാം ക്ലാസ്സുകാരിയായ മകൾ വീട്ടിൽ പ്രസവിച്ച സംഭവത്തിൽ പിതാവ് അറസ്റ്റിൽ. കാസർഗോഡ് ഹോസ്ദുർഗിലാണ് 48 വയസ്സുകാരനായ കുടക് സ്വദേശിയെ അറസ്റ്റ് ചെയ്തത്. ഗൾഫിൽ നിന്ന് മടങ്ങി മംഗലൂരു വിമാനത്താവളത്തിലെത്തി അവിടെ നിന്ന് നാട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഭാര്യ, മകൾ എന്നിവരോടൊപ്പം ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വാടക വീട്ടിലാണ് ഇയാൾ താമസിച്ചിരുന്നത്. പ്രസവശേഷം രക്തസ്രാവത്തെ തുടർന്ന് കുട്ടിയെ കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെ നടത്തിയ അന്വേഷണത്തിലാണ് ഉത്തരവാദി സ്വന്തം പിതാവ് തന്നെയാണെന്നത് വ്യക്തമായത്. ഇതിനിടെ ഇയാൾ ഗൾഫിലേക്ക് കടക്കുകയായിരുന്നു.
തുടർന്ന് പോലീസ് നിർദ്ദേശാനുസരണമാണ് ഇയാൾ നാട്ടിലേക്ക് മടങ്ങിയത്. കൊട്ടിയൂരിൽ 10 കോടിയുടെ വികസന പദ്ധതികൾ പൂർത്തിയായി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് ദക്ഷിണേന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ കണ്ണൂർ കൊട്ടിയൂർ ശിവക്ഷേത്രത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികളുടെ പൂർത്തീകരണം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സർക്കാർ ഫണ്ടിൽ നിന്ന് 4.52 കോടിയും കിഫ്ബിയിൽ നിന്ന് 5.45 കോടിയും അടക്കം 10 കോടി ചിലവിലാണ് വികസന പദ്ധതികൾ നടപ്പിലാക്കിയത്. മ്യൂസിയം, ഗോശാല, ഊട്ടുപുര, കാർ പാർക്കിംഗ്, ഡോർമിറ്ററിയും ക്ലോക്ക് റൂമും, ഓപ്പൺ തിയേറ്റർ, തീർത്ഥാടക ഷെൽട്ടർ, മാർക്കറ്റ് കെട്ടിടം എന്നിവയാണ് ഇതിൽ മുഖ്യം. കരിവള്ളൂരിൽ ഭീതി വിതച്ച് കുറുക്കന്റെ ആക്രമണം, 3 പേർക്ക് കടിയേറ്റു. കണ്ണൂർ കരിവള്ളൂരിൽ ഭീതി വിതച്ച കുറുക്കൻ 3 പേരെയും 7 വളർത്തു പശുക്കളെയും 1 പോത്തിനെയും തെരുവുനായയെയും കടിച്ചു പരിക്കേൽപ്പിച്ചു. പെരളം, വടശ്ശേരി, സ്വാമിമുക്ക് എന്നിവിടങ്ങളിലായാണ് ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ കുറുക്കൻ ഭീതി വിതച്ചത്. വടശ്ശേരി സ്വദേശിയായ 11-കാരി AV ദിയ, സ്വാമിമുക്ക് സ്വദേശി 65-കാരി M കാർത്തിയായനി, പെരളം AV മുക്ക് സ്വദേശി 70-കാരനായ രാഘവൻ എന്നിവർക്കാണ് കടിയേറ്റത്. ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു. കണ്ണൂർ പയ്യന്നൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു. കോറോം സെൻട്രലിൽ രാത്രി 8:15 KL 13Z0794 മാരുതി റിറ്റ്സ് കാറാണ് കത്തി നശിച്ചത്. പാടിച്ചാൽ സ്വദേശിയുടെ കാറിൽ സംഭവ സമയം 4 പേരുണ്ടായിരുന്നു. ഇവർ പുക ഉയരുന്നത് കണ്ട് പുറത്തിറങ്ങിയതിനാൽ രക്ഷപ്പെട്ടു. അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത്. യുവാവിനെ മർദ്ദിച്ച് ആഡംബര കാറും പണവുമായി കടന്ന 3 പേർ അറസ്റ്റിൽ. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ പേരിൽ യുവാവിനെ ആക്രമിച്ച് ആഡംബര കാറും പണവും കവർന്ന 3 പേർ അറസ്റ്റിൽ. ചെമ്പ്ര സ്വദേശികളായ സുഫൈൽ, ഫഹദ്, പാണ്ടിക്കോട് സ്വദേശി അജ്നാസ് എന്നിവരെ പേരാമ്പ്ര പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 11-ന് രാത്രി ബാദുഷ ഹൈപ്പർ മാർക്കറ്റിന് മുന്നിൽ വെച്ചാണ് കേസിനാസ്പദമായ അക്രമമുണ്ടായത്. കാറിലിരുന്ന ആഷിഖിനെ മർദ്ദിച്ച് കയ്യിലുണ്ടായിരുന്ന 11,000 രൂപയടങ്ങുന്ന പഴ്സും മറ്റ് രേഖകളും കൈക്കലാക്കിയ സംഘം കാറുമായി കടന്നു കളയുകയാണ് ഉണ്ടായത്. പോലീസുകാരന് കാപ്പ കേസ് പ്രതിയുടെ അക്രമത്തിൽ കുത്തേറ്റു. കോട്ടയം ഈരാറ്റുപേട്ട സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ശ്രീജേഷിനാണ് കുത്തേറ്റത്. കാപ്പ കേസ് പ്രതി അബ്ദുൾ ഹക്കീമാണ് ശ്രീജേഷിനെ ആക്രമിച്ചത്. ഹക്കീം വീട്ടിലുണ്ടെന്ന വിവരം ലഭിച്ച് കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസ് സംഘം എത്തിയപ്പോഴാണ് വീട്ടിലുണ്ടായിരുന്ന കറിക്കത്തി ഉപയോഗിച്ച് പോലീസുകാരനെ ആക്രമിച്ചത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ പോലീസുകാരനെ ആക്രമിച്ചതിന് ഹക്കീമിനെതിരെ കേസെടുത്തു. അച്ഛനെ കൊന്ന് ചാക്കിലാക്കി ഉപേക്ഷിച്ച മകൻ അറസ്റ്റിൽ. അച്ഛനെ മകൻ കൊന്ന് ചാക്കിലാക്കി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ കൂട്ടാല സ്വദേശി 80-കാരനായ സുന്ദരന്റെ മൃതദേഹമാണ് കണ്ടെടുത്തത്. പുത്തൂരിൽ താമസിക്കുന്ന മൂത്ത മകൻ സുമേഷിനെ മണ്ണുത്തി പോലീസ് പിടികൂടി. സംഭവ സമയത്ത് പുറത്തുപോയിരുന്ന കൊല്ലപ്പെട്ട സുന്ദരന്റെ മകളുടെ മക്കൾ വൈകിട്ടോടെ മുത്തച്ഛനെ കാണാതെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് തൊട്ടടുത്ത കാട് കയറിയ സ്ഥലത്ത് ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തെരുവുനായ ഭീഷണി, അധികൃതർ കണ്ണു തുറക്കുന്നില്ലെന്ന് പരാതി. തെരുവുനായ ഭീഷണി മൂലം ജനങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതി സംജാതമായിട്ടും മന്ത്രിയും തദ്ദേശ സ്വയംഭരണ അധികാരികളും കോടതിയും പരസ്പരം കുറ്റപ്പെടുത്തുന്നതല്ലാതെ പരിഹാരം മാത്രം ഉണ്ടാകുന്നില്ലെന്ന് ഒറ്റപ്പാലം തോട്ടക്കര കൈരളി റെസിഡൻസ് അസോസിയേഷൻ ആരോപിച്ചു. 6 മാസത്തിനകം 1 ലക്ഷത്തോളം പേരെ തെരുവുനായ്ക്കൾ ആക്രമിക്കുകയും 20ഓളം പേർ മരിക്കുകയും ചെയ്തിട്ടും അധികൃതർ കണ്ണു തുറന്നിട്ടില്ലെന്ന് യോഗം കുറ്റപ്പെടുത്തി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. P കൃഷ്ണൻകുട്ടി, ആൻസൺ ജോൺ, A ശ്രീകുമാർ, OM സുനിൽകുമാർ, MP റീന, M അനിൽ, K അംബിക എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊതുഭരണ രംഗത്ത് വൻ അഴിച്ചുപണി, പുതിയ നിയമനങ്ങൾ നടത്തി സർക്കാർ ഉത്തരവായി. സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മലിനപ്പെടുത്താനാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നതെന്ന് VM സുധീരൻ. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടഭാഗം തകർച്ച, വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. ഛത്തീസ്ഗഡിൽ തടവിൽ കഴിയുന്ന മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യമില്ല. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.